നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ നമ്മൾ 4th മൊഡ്യൂളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ കോൺഫ്ലിക്റ്റ് മീൻസ് എ കോമ്പറ്റീഷൻ അല്ലേ, എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് മീൻസ് വാട്ട് വി വിഷ്. ഓക്കെ, എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കേഴ്സ് വെൻ ദി എംപ്ലോയി ഹാസ് മോർ ദാൻ വൺ ഇൻട്രസ്റ്റ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദർ വിൽ ബി എ കോൺഫ്ലിക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് പ്രൊഫഷണൽ കോൺഫ്ലിക്റ്റ്? Professional conflict is the situation where the professional has an interest that, if pursued, might prevent him from meeting his obligation to his employees and clients. അതായത് ആസ് എ പ്രൊഫഷണൽ ഞാൻ എടുക്കുന്ന ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ എൻ്റെ ഈ താല്പര്യം മറ്റേതെങ്കിലും രീതിയിൽ എനിക്ക് എൻ്റെ എംപ്ലോയേഴ്സിനോ അല്ലെങ്കിൽ ക്ലയൻസിനോടുള്ള ഡ്യൂട്ടിയെ ബാധിക്കുമോ എന്നുള്ള ആ ഒരു ചിന്ത, അതാണ് മറ്റൊരു കോൺഫ്ലിക്റ്റ്. സോ ചെയ്യേണ്ട കാര്യങ്ങൾ തമ്മിലുള്ള ആ താല്പര്യങ്ങൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് വർക്കിംഗ് ഇൻ ദ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഹി മേ ഹാവ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി വിച്ച് സപ്ലൈസ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്താണ്, ആ കമ്പനിയോടായിരിക്കാം. പക്ഷേ നമുക്കെന്താണ്, ആ എൻജിനീയറിന് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ സപ്ലൈ കൊടുക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥാപനത്തിനായിട്ട് ഈ ഒരു എൻജിനീയറിന് ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ, ടൈപ്പ് ഉണ്ടെങ്കിൽ എന്താണ്, അയാൾ കൂടുതൽ ആർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കും? ആ ഒരു കമ്പനിക്ക് വേണ്ടി. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റാണ്. താൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യണമോ അതോ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ദി സിറ്റുവേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതൊരു ക്ലിയർ എക്സാമ്പിളാണ്. ഇനി ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേറെ, കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് വേറെ. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് താല്പര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ താല്പര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് രണ്ടും നമുക്ക് വേണം, പക്ഷേ ആ ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ്. അതാണ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിന് അയാൾക്ക് എന്താണ് 4 സപ്ലി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ 4 എഴുതിയെടുക്കുക എന്നുള്ളതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ എന്താണ്, സാഹചര്യങ്ങൾ കാരണം ഹീസ് ഫോഴ്സിങ് ടു റൈറ്റ് എനി 3, അല്ലെ ഏതെങ്കിലും ഒരു 3 മാത്രമേ എഴുതാൻ അയാൾക്കിപ്പോൾ ഒരു ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമേ അപ്പോൾ എന്താണ്, 4 എഴുതണമെന്നുണ്ട്, എന്നാൽ 3 ഇപ്പോൾ എഴുതാനുള്ള നിവൃത്തിയുള്ളൂ. സോ അതാണ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതൊരു കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റിൻ്റെ സിറ്റുവേഷനാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ അവിടെ ഉണ്ട്, പക്ഷേ അത് എല്ലാം കൂടെ ആ ഒരു സമയത്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. പക്ഷേ അവിടെ ആ 4 എഴുതിയാലും ഒരു മോറൽ പ്രോബ്ലം വരുന്നില്ല. 4 എഴുതാം, 2 എഴുതാം, 3 എഴുതാം. ദാറ്റ്സ് അപ് ടു ഹിം. സോ ദിസ് ഈസ് ദി സിറ്റുവേഷൻ വെയർ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് അറൈസ്. ഓക്കെ, അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇൻ എ പ്രൊഫഷൻ എന്താണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്ച്വൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദിസ് റിഫേഴ്സ് ടു ദി സിറ്റുവേഷൻ വെയർ ദി ഒബ്ജക്റ്റിവിറ്റി ഈസ് ലോസ്റ്റ് ഇൻ ഡെസിഷൻ മേക്കിംഗ്. നമുക്ക് എന്ത് തീരുമാനിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏത് ഡ്യൂട്ടി ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ആക്ച്വൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് വീക്കർ ജഡ്ജ്മെൻറ്റ് ആൻഡ് service. For example, a civil engineer working in a public works department has a financial interest in a contracting company which has submitted a bid for the construction of a bridge. There may be a variety of outside interest, but the conflict arises when outside interest influences or threatens the professional judgment in serving the employer or clients. അതായത് ആക്ച്വൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് എപ്പോഴാണ്, ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സിവിൽ എഞ്ചിനീയർ. ഓക്കെ, അവർക്കെന്താണ്, മറ്റൊരു കോൺട്രാക്റ്റിംഗ് അവർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയോടൊരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവരെല്ലാം തീരുമാനമെല്ലാം ആക്കി വെച്ചതാണ്. പക്ഷേ എന്താണ്, ഒരുപാട് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വരാം. ഈ ഫിനാൻഷ്യൽ കമ്പനിക്ക് കൊടുക്കണമോ, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് കൊടുക്കണമോ, അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും ടെൻഡർ കുറഞ്ഞ കമ്പനിക്ക് കൊടുക്കണമോ, അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരാം. സോ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് ആക്ച്വൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് അപ്പാരൻറ്റ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഒരു എക്സാമ്പിളിലൂടെ പറയാം.
An engineer is paid based on a percent of the cost of the design and there is no incentive for him to cut the cost. എന്താണ്, ഒരു പ്രോഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് എഞ്ചിനീയറിന് എന്താണ് ഒരു പെർസെൻറ്റേജ് കോസ്റ്റ് ഉണ്ട്, പക്ഷേ അയാൾക്ക് അതിൽ കൂടുതൽ എന്താണ് ഇൻസെൻറ്റീവ് ഒന്നും കൊടുക്കുന്നില്ല. ആ കോസ്റ്റ്, ആ കൂലിക്ക് പുറമേ ഒരു കോസ്റ്റ് ഇൻസെൻറ്റീവും കൊടുക്കുന്നില്ല. അതേസമയത്ത് എന്താണ്, അയാൾ എന്ത് ചെയ്തു, ഈ എൻജിനീയർ ആ ഡിസൈനിനെ കുറച്ചുകൂടെ അങ്ങ് എക്സ്പെൻസീവ് ആക്കി. ഓക്കെ, എന്തിനാണ്, കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, എന്താണ്, നമുക്ക് ആ എൻജിനീയറിൻ്റെ ഇൻട്രസ്റ്റിനെ ഡൗട്ട് സംശയിക്കേണ്ടി വരും. അയാൾ കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത്, കൂടുതൽ എക്സ്പെൻസീവായിട്ട് ചെയ്തത്, പറഞ്ഞതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസീവായിട്ട് ചെയ്തത്, ഇനി അയാൾക്ക് കാശ് കൊടുക്കണമല്ലോ, അങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അയാൾക്ക് കൂലിയും കൊടുക്കണം, അയാൾക്ക് അത് ചെയ്തതിൻ്റെ ചാർജും കൊടുക്കണം, പുറമേ കമ്മീഷനും കൊടുക്കണമല്ലോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകും. അതാണ് അപ്പറൻറ്റ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾസ് വെച്ച് തന്നെ ഓർത്തെഴുതിയാൽ മതിയാകും. നെക്സ്റ്റ് വൺ, പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ദീസ് ആർ ദി സിറ്റുവേഷൻസ് വെയർ ദി ഇൻട്രസ്റ്റ് ഓഫ് ആൻ എംപ്ലോയി എക്സ്റ്റെൻസ് ബിയോണ്ട് ദി കറണ്ട് എംപ്ലോയർ ആൻഡ് ഇൻ ടു ദി ഇൻട്രസ്റ്റ് ഓൺ സ്പോസ്, റിലേറ്റീവ് ഓർ ഫ്രണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എൻ്റെ റിലേറ്റീവിനെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവിനെയോ അല്ലെങ്കിൽ ഫ്രണ്ടിനെയോ എനിക്കറിയാം. സോ അപ്പോൾ ഞാൻ കൂടുതൽ അവരോട് ഇൻറ്റിമസി കാണിക്കാൻ ശ്രമിക്കും, അല്ലേ? അപ്പോൾ ചിലപ്പോൾ അത് മോറലി കറക്റ്റ് ആയിരിക്കണമെന്നും അല്ല, അവരുടെ മോറൽ സൈഡ് വീക്കായിരിക്കാം. പക്ഷെ ആസ് എ ഫ്രണ്ട് ഓർ ആസ് എ റിലേറ്റീവ് അല്ലെങ്കിൽ ആസ് എ എന്താണ്, ഒരു ഫ്രണ്ടിൻ്റെ വൈഫോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡോ എന്ന നിലയ്ക്ക് എന്താണ്, എനിക്ക് അവരോട് ഇൻറ്റിമസി കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതായത് വേറൊരു ഔട്ട്സൈഡർ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഔട്ട്സൈഡർ വന്നാൽ പോലും ഐ ഹാവ് ടു വർക്ക് ഫോർ അവർ ഫ്രണ്ട് ഓർ റിലേറ്റീവ്. സോ അതൊരു കോമ്പറ്റീഷൻ ഇടയാക്കും. സോ അതൊരു പൊട്ടൻഷ്യൽ കോമ്പറ്റീഷനാണ്. ദാറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, രണ്ടുപേർക്കും കഴിവുണ്ട്, ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് കുറച്ചുകൂടെ എന്താണ്, പേഴ്സണലായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. ഓക്കെ, ഇനി അതിൽ വരുന്നതാണ് ഫേവറബിൾ കോൺട്രാക്റ്റ്. എന്താണ് ഫേവറബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? When an engineer's spouse is working for a contractor or vendor, a conflict does not arise. അപ്പോൾ ഞാൻ ഒരു എൻജിനീയറാണ്, എൻ്റെ സ്പോസ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഹസ്ബൻഡോ എൻ്റെ വൈഫോ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ എൻജിനീയറിൻ്റെ ഹസ്ബൻഡോ വൈഫോ കോൺട്രാക്ടറോ വെണ്ടറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവരുടെ വർക്കെല്ലാം സ്മൂത്തായിട്ടങ്ങ് നടക്കും, കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവില്ല. But if the engineer is to give a subcontract to the contractor or purchase order to the supplier, a conflict arises. അപ്പോൾ സ്പോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക എഞ്ചിനീയറായിട്ട് വേറൊരു കോൺട്രാക്ടറിനെയോ അല്ലെങ്കിൽ പർച്ചേസ് ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു സപ്ലയറിനെ ഏൽപ്പിച്ചാൽ അവിടെ എന്താണ്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. This happens even when the engineer has partial or substantial stock holding in the business of that contractor or സപ്ലയർ. ഓക്കെ, അപ്പോൾ സ്വന്തം കമ്പനിയിൽ സ്പോസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെന്താണ് കോൺട്രാക്റ്റിങ് സപ്ലൈയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ എനിക്ക് പാർട്ട്ണർഷിപ്പുള്ള മറ്റൊരു കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് ഞാൻ ഈ ഒരു ഡീൽ കൊടുത്താൽ എന്താണ്, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഫേവറബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന മറ്റൊരു ടേമാണ് ബ്രൈബ് ആൻഡ് ഗിഫ്റ്റ്. അപ്പോൾ ബ്രൈബ് മീൻസ് കൈക്കൂലി, ഗിഫ്റ്റ് മീൻസ് ആരെങ്കിലും നമുക്ക് സന്തോഷത്തോടെ തരുന്ന ഒരു സംഗതിയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ദി കോൺഫ്ലിക്റ്റ് അറൈസസ് വെൻ അക്സെപ്റ്റിംഗ് ലാർജ് ഗിഫ്റ്റ് ഫ്രം ദി സപ്ലൈസ്. ഓക്കെ, ദ ബ്രൈബ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം എ ഗിഫ്റ്റ്. സോ എന്താണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബ്രൈബ് ആൻഡ് ഗിഫ്റ്റ് ഈസ് ടു ബി discussed. Okay, what are the differences and what are the similarities between the nature of a bribe and gift? First of all, we can say the timing, right? Timing, a bribe is given before a event has happened. അപ്പോൾ ഒരു സംഗതി നടക്കുന്നതിന് മുൻപേ അത് നടന്നു കിട്ടാനാണ് വി ആർ ഗിവിങ് ബ്രൈബ്, അല്ലേ? നടന്നു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൈക്കൂലി കൊടുക്കുന്നത്. ബട്ട് ഗിഫ്റ്റ് ഈസ് ഗിവൺ ആഫ്റ്റർ ദ മാറ്റർ ഹാപ്പൻഡ്. അത് നടന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സന്തോഷത്തിൻ്റെ സൂചകമായിട്ട് എന്ത് കൊടുക്കുന്നത്, ഗിഫ്റ്റ് കൊടുക്കുന്നത്. സെക്കൻഡ് ആണ് ദി കോസ്റ്റ് ഓഫ് ഐറ്റം. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ബ്രൈബ് വിൽ ബി വെരി മച്ച് ലാർജർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബ്രൈബിൻ്റെ ആ ഒരു എമൗണ്ട് വളരെ കൂടുതലായിരിക്കും, അല്ലേ? പക്ഷേ ദ ഗിഫ്റ്റ് ഈസ് എ ടോക്കൺ ഓഫ് അവർ ലവ് ഓർ ടോക്കൺ ഓഫ് അവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ദെൻ ദിസ് വിൽ ബി എ സ്മോൾ എമൗണ്ട്, അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും. സോ ദി എമൗണ്ട് ഓഫ് ബ്രൈബ് വിൽ ബി വെരി മച്ച് ലാർജർ ആൻഡ് ദി എമൗണ്ട് ഓഫ് ഗിഫ്റ്റ് വിൽ ബി സ്മോളർ.
Then the quality of product. Okay, you can imagine. Okay, bribe is to be given to a large number of people. So ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ് ഇതേപോലെ ഓരോ ഓഫീസുകളിലൊക്കെ. അപ്പോൾ സോ ദി ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ബി വെരി മച്ച് പുവർ. ഓക്കെ, ക്വാളിറ്റി കുറവായിരിക്കും. ബട്ട് if you are gifting something to a person, the quality will be good or high. Then fourth one, giver is a friend. ആ ബ്രൈബ് കൊടുക്കുന്ന ആൾ ചിലപ്പോൾ അറിയാന്നുള്ള ആളായിരിക്കും, ഇത് കുറച്ച് കാശ് കൂടുതൽ തരാം എന്നൊക്കെ നമ്മൾ പറയും. സോ ദ പേഴ്സൺ ഹൂ ഗീവ് ദ ബ്രൈബ് വിൽ ബി എ ഫ്രണ്ട്. പക്ഷേ ഗിഫ്റ്റ് ആണെങ്കിലോ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്തൊരാൾ. സോ ഇഫ് വി ആർ ഡൂയിങ് എനിത്തിങ് ഫേവർ ടു us, വി വിൽ ഗീവ് എ ഗിഫ്റ്റ് ടു ഹിം. ഓക്കെ, ദെൻ ട്രാൻസ്പെറൻസി. ഓൾവേസ് ബ്രൈബ് ഹാസ് എ സീക്രട്ട് ബിഹേവിയർ, അല്ലേ? സീക്രട്ട് ആയിട്ടാണ് നമ്മൾ ബ്രൈബൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഗിഫ്റ്റ് ആണെങ്കിലോ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഓപ്പൺ. ദെൻ മോട്ടീവ്. വാട്ട് ഇസ് ദ മോട്ടീവ്? നമുക്ക് ചെയ്ത് കിട്ടാൻ കാലതാമസം എടുക്കുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു അൺഡ്യൂ ഫേവറിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബ്രൈബ് കൊടുക്കുന്നത്. പക്ഷേ ഗിഫ്റ്റ് ഈസ് ദ എക്സ്പെക്റ്റ് എ ഫേവർ ഓർ താങ്കിങ് ഫോർ ദി ഫേവർ. ചെയ്ത കാര്യത്തിന് അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്തതിന് നന്ദി സൂചകമായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഗിഫ്റ്റ് കൊടുക്കുന്നത്. ദെൻ ദ കോൺസിക്വൻസ് ഓഫ് ഓർഗനൈസേഷൻസ് ഗുഡ് വിൽ. ഓക്കെ, if the bribe, if we are giving bribe to someone, if it has been gotten, നമുക്കതെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അത് ആരെങ്കിലും ഒറ്റിക്കൊടുത്താലോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലോ ക്യാമറയിൽ കോട്ടായാലോ എന്ത് പറ്റും? ദാറ്റ് വിൽ ഡാമേജ് ദി ഗുഡ് വിൽ ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെയും ഗുഡ് വില്ലിനെല്ലാം ബാധിക്കും. ദ സെയിം ടൈം ദ ബ്രൈബ് വിൽ നോട്ട് കാസ് എനി ഡാമേജ് ടു ദി ഓർഗനൈസേഷൻ. ഗിഫ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു, ഓക്കെ, എനിക്ക് സന്തോഷത്തോടെ ഞാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്, അത് സ്വീകരിച്ചെന്നും പറഞ്ഞ് എന്താണ് അത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്നില്ല. സോ ദർ ഈസ് വെരി മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രൈബ് ആൻഡ് ഗിഫ്റ്റ്. ഇത് ഒന്ന് മനസ്സിലാക്കാം. ഇനി കോഡ് ഓഫ് എത്തിക്സിനായിട്ട് അവർ ഗിഫ്റ്റ് പോലും എൻകറേജ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കെന്താണ്, എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നടന്നു കിട്ടുമ്പോൾ വി വിൽ ഗിഫ്റ്റ് സംതിങ്. ഓക്കെ, അതിപ്പോൾ പറയുന്നത് ഒരു എമൗണ്ട് എബവ് 1000 rupees കൊടുക്കുന്ന എല്ലാം എന്താണ്, ബ്രൈബായിട്ടാണ് പറയുന്നത്. സോ ദ ഗവൺമെൻറ് ആൻഡ് കമ്പനി പോളിസീസ് ബാൻ ഗിഫ്റ്റ് മോർ ദാൻ എ നോമിനൽ വാല്യൂ ഓഫ് 1000 rupees. 1000 രൂപയിൽ കൂടുതൽ വന്ന എല്ലാം എന്താണ്, ബ്രൈബായിട്ടാണ് മാറുന്നത്, അത് ഒരിക്കലും ഗിഫ്റ്റായിട്ട് മാറുന്നില്ല. നെക്സ്റ്റ് വൺ, മൂൺലൈറ്റ്. മൂൺലൈറ്റിംഗ് മീൻസ് ഇഫ് എ പേഴ്സൺ ഈസ് വർക്കിംഗ് ഫോർ മോർ ദാൻ 2 or 3 companies അറ്റ് ദ സെയിം ടൈം, അല്ലേ? ഇപ്പോൾ അല്ലെങ്കിൽ 2 കമ്പനിയിൽ ഞാൻ ഇവിടെയും വർക്ക് ചെയ്യുന്നു അവിടെയും വർക്ക് ചെയ്യുന്നു. ദ പ്രശ്നം എന്താണ്, ദ പ്രോബ്ലം ഈസ് ഹീ കനോട്ട് കോൺസെൻട്രേറ്റ് ഓൺ എനിത്തിങ്. രണ്ടിലും അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ജോലി നടക്കില്ല, അവിടുത്തെ ജോലി നടക്കില്ല. സോ ദർ വിൽ ബി എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Okay, there will be a competition between these 2 companies. You have to work for both the companies. So the effect is എന്താണ്, അയാളങ്ങ് എക്സോസ്റ്റ് ആയി പോകും. അയാൾക്ക് തന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ അവിടെ അറൈസ് ആവും. ദാറ്റ് ഈസ് മൂൺലൈറ്റിംഗ്. നെക്സ്റ്റ് വൺ, ഇൻസൈഡർ ഇൻഫർമേഷൻ. ഇൻസൈഡർ ഇൻഫർമേഷൻ മീൻസ് ഇപ്പോൾ നമ്മുടെ കമ്പനിയെ പറ്റിയുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വെഞ്ചറിനെ പറ്റി, നമ്മുടെ ബിസിനസ്സിന് ഗുണകരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയാതെയോ ബോധപൂർവം അല്ലാതെയോ ഇഫ് വി ആർ ലീക്കിംഗ് ദ ഇൻഫർമേഷൻ ടു എനി വൺ ഔട്ട്സൈഡ്. ഓക്കെ, അതാണ് എന്താണ് ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മളെന്താണ് നമ്മുടെ കമ്പനിയുടെ ഡെസിഷൻ, നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ എനി അതർ ഇന്നോവേഷൻ, ഇഫ് വി ആർ റിവീലിംഗ് ദീസ് കൈൻഡ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ടു എനി വൺ ഔട്ട്സൈഡ്, ദാറ്റ് ഈസ് ഇൻസൈഡർ ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടല്ലേ, എൻ്റെ കൂട്ടുകാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്താണ് വിവരം ചോർത്തി കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്, ഇതിപ്പോൾ ഈ കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ, അപ്പോൾ ഇത് ഞാൻ തന്നെ ആദ്യം ചെയ്താൽ ഐ വിൽ ഗെറ്റ് ബെറ്റർ ഓഫേഴ്സ്. അപ്പോൾ എനിക്ക് തന്നെ ഇതിപ്പോൾ എൻ്റെ ഇതൊക്കെ ചെയ്യാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇപ്പോൾ എനിക്കങ്ങ് ചെയ്താൽ എന്താണെന്നൊക്കെ അയാൾക്ക് തോന്നി എന്താണ് ഇങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് എന്താണ് കൂടുതൽ ബിസിനസ് ഉണ്ടാകും. സോ ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ പല ആൾക്കാരുടെയും കീഴിൽ വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ എന്താണ് അയാൾ എന്താണ് ഫ്രീലാൻസ് ആയിട്ട് അങ്ങ് പോകും, അല്ലേ? അയാൾ സ്വന്തമായിട്ട് ആ ജോലി ഓൺട്രപ്രണർഷിപ്പ് ഒക്കെ എടുത്തിട്ട് അങ്ങ് പോകും. സോ അതിൻ്റെയൊക്കെ റീസൺ ഇതാണ്, എന്താണ് ഇൻസൈഡർ ഇൻഫർമേഷൻ. ആ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഒരു പുതിയ വെഞ്ചർ അങ്ങ് തുടങ്ങാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻസൈഡർ ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ, ഒക്കുപേഷണൽ ക്രൈം. ഒക്കുപേഷണൽ ക്രൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വി ആർ ഓക്കുപ്പൻസ്, നമ്മളെന്താണ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. സോ
ആ ഒരു രംഗത്ത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു കാര്യങ്ങൾ പോലും ദാറ്റ് വിൽ ബി എ ക്രൈം. ഓക്കെ, ദ ഒക്കുപേഷണൽ ക്രൈം മേ ബി കമ്മിറ്റഡ് ബൈ റോങ് ആക്ഷൻസ് ഓഫ് എ പേഴ്സൺ ത്രൂ വൺസ് ലോഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് എന്താണ്, നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്താണ് എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്താൽ ദാറ്റ് ഈസ് ഒക്കുപേഷണൽ ക്രൈം. ദെൻ ക്രൈം ബൈ ആൻ എംപ്ലോയി ടു പ്രൊമോട്ട് വൺസ് ഓൺ ഓർ എംപ്ലോയേഴ്സ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് സ്വന്തം താല്പര്യപ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എംപ്ലോയർ അല്ലെ മേലധികാരി പറയുന്നത് കേട്ടിട്ടോ എന്തെങ്കിലും ക്രൈം ചെയ്താൽ ദാറ്റ് ഈസ് ഒക്കുപേഷണൽ ക്രൈം. ദെൻ തേർഡ് വൺ തെഫ്റ്റ് മീൻസ് മോഷണം. ദെൻ ഫോർത്ത് വൺ ഡാമേജ് ടു പ്രോപ്പർട്ടി, നമ്മളായിരിക്കുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ എന്താണ് പ്രോപ്പർട്ടി ഡാമേജ്, അതെന്താണ് ഒക്കുപേഷണൽ ക്രൈമാണ്. സോ ഇത് മൂന്നും നമ്മുടെ ഒക്കുപേഷണൽ ക്രൈമിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ താഴോട്ട് പറയും. സോ ഈ ക്രൈംസ് എല്ലാം ഉണ്ടാകുന്നത്, മെനി ഓഫ് ദീസ് ക്രൈംസ് ആർ എക്സാമ്പിൾസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഈ പറയുന്ന ക്രൈംസ് എല്ലാം. അതായത് ആ ഒരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഒക്കുപ്പേഷനിൽ ഇരിക്കുമ്പോൾ ഇത് ചെയ്യാൻ പാടുണ്ടോ പാടില്ല എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിൽ വരുമ്പോഴാണ് ചിലപ്പോൾ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈവിട്ട് പോകാം. ഓക്കെ, അങ്ങനെയാണ് ക്രൈംസ് അധികവും ഉണ്ടാകുന്നത്. സോ the occupational crimes or the conflict of interest are mostly motivated by the greed, corporate ambition and misguided loyalty. ഒന്നുകിൽ നമ്മുടെ തന്നെ അത്യാഗ്രഹം കാരണം, അല്ലെങ്കിൽ എന്താണ് കോർപ്പറേറ്റുകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പറ്റീഷൻ കാരണം, അല്ലെങ്കിൽ എന്തിലാണ് നമ്മളെ ആരും ഗൈഡ് ചെയ്യാൻ ഇല്ലായിരുന്നു അല്ലേ, ആ ഒരു മിസ് ഗൈഡ് കാരണം നമുക്ക് എന്ത് സംഭവിക്കാം, ഈ ഒരു ഒക്കുപേഷണൽ ക്രൈം നമ്മൾ ചെയ്ത് പോകാം. ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ മേലധികാരികളുടെ അറിവോടുകൂടെയും അറിവില്ലാതെയും നമ്മളിതങ്ങ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഒക്കുപേഷണൽ ക്രൈം. സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ദി ഒക്കുപേഷണൽ ക്രൈംസ് ആർ ഹിയർ. ഫസ്റ്റ് വൺ, പ്രൈസ് ഫിക്സിംഗ്. പ്രൈസ് ഫിക്സിംഗ്, fixing the bidding rate of companies in collusion with other companies, especially for the contract services, is called price fixing. അതായത് എന്താണ്, നമ്മൾ മറ്റു കമ്പനികളുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ ഈ കോൺട്രാക്റ്റിനും സർവീസിനും ഒക്കെ ഒരു പ്രൈസ് നിശ്ചയിക്കും. ഓക്കെ, അതൊരു ഒക്കുപേഷണൽ ക്രൈമാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനൊക്കെ ആണെങ്കിൽ, അങ്ങനത്തെ ഇൻഡസ്ട്രീസൊക്കെ ആണെങ്കിൽ എന്താണ്, ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഒന്നും കാണില്ല അല്ലേ, കുറച്ച് കോൺട്രാക്ടേഴ്സേ കാണും, പക്ഷെ അവർക്ക് കിട്ടുന്ന കോൺട്രാക്റ്റ് വിൽ ബി ഇൻ എ ലാർജ് നമ്പർ. സോ അത് കാരണം എന്താണ്, പബ്ലിക്കിനും ഗവൺമെൻറ്റിനും ഒരുപാട് ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 2 top officers of Westinghouse and Germany, USA, who were involved in price fixing without the knowledge of their directors, were sentenced to imprisonment for few years back. These officers held that it was illegal to fix price and even argued that this procedure is really beneficial to the people. അതായത് അവർ പറഞ്ഞെന്താണ്, അതായത് ഡയറക്ടേഴ്സിൻ്റെ അറിവില്ലാതെ അവരായിട്ട് എന്ത് ചെയ്തു, പ്രൈസ് ഫിക്സ് ചെയ്തു. ഓക്കെ, ചിലപ്പോൾ അവരുടെ ലാഭത്തിൻ്റെയും കൂടെ ചേർത്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ദ ഫിക്സഡ് എ പ്രൈസ് ഫോർ ദി കമ്മോഡിറ്റീസ്. അവരവിടുത്തെ ആ ഒരു എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ റേറ്റ് എല്ലാം ഇവരാണ് ഫിക്സ് ചെയ്തത്, വിത്തൗട്ട് ദി നോളജ് ഓഫ് വാട്ട് ഡയറക്ടേഴ്സിൻ്റെയും മറ്റാൾക്കാരുടെയും അറിവില്ലാതെ എന്താ പ്രൈസ് ഫിക്സ് ചെയ്തു. അവർക്ക് എന്ത് ശിക്ഷ അനുഭവിക്കേണ്ടെന്ന് അവരെ ജയിലിലടച്ചു. സോ അവർ പറഞ്ഞത് എന്തുവാണ്, ദ പ്രൈസ് ഫിക്സിങ് ഈസ് ലീഗൽ, അത് ലീഗലാണ്, നിയമപരമായിട്ട് ശരിയാണ്. ആൻഡ് ആർഗ്യൂഡ്, അവരെന്ത് ആർഗ്യുമെൻ്റാണ് അവിടെ ഇട്ടത്, അവർ ഈ ചെയ്യുന്നത് പീപ്പിളിന് അല്ലെ ജനങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമാകും, ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞത്. പക്ഷേ അവർ ഈ പറഞ്ഞ വാദം കോടതി അംഗീകരിച്ചില്ല. സോ ദാറ്റ് ഈസ് പ്രൈസ് ഫിക്സിങ് ഒരു ഒക്കുപേഷണൽ ക്രൈമാണ്, ഈവൻ വിത്ത് ഓർ വിത്തൗട്ട് ദി നോളജ് ഓഫ് അവർ ഹയർ ഒഫീഷ്യൽസ്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ എസ്പിയോണേജ്, അതെന്താണെന്ന് പറയാം. ഓക്കെ, ഇറ്റ് മീൻസ് സിംപ്ലി സ്പൈയിങ് ഫോർ പേഴ്സണൽ ഓർ കമ്പനി ബെനിഫിറ്റ്. ഇപ്പോൾ ഞാൻ വർഷങ്ങളായിട്ടൊരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഇഫ് ഐ വാണ്ട് പ്രൊമോഷൻ, ഐ വിൽ ട്രൈ ടു സ്പൈ ഓർ ഐ വിൽ ട്രൈ ടു പെർഫോം മോർ. അല്ല, ഇപ്പോൾ എനിക്ക് കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ എന്താണ്, എനിക്ക് ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്വന്തമോ അല്ലെങ്കിൽ കമ്പനിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എന്താണ്, സ്പൈ വർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒക്കുപേഷണൽ ക്രൈം, സ്പൈ വർക്ക് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇൻ സിലിക്കൺ വാലി ഏരിയ there are several company manufacturing computer chips. അറിയാലോ, IC ചിപ്സും മൈക്രോ പ്രോസസ്സേഴ്സും കമ്പ്യൂട്ടർ ചിപ്സൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു സിലിക്കൺ വാലി ഏരിയ.
there are a lot of engineers who are entrepreneurs and venture capitalists. ഇതിനകത്ത് ഒരുപാട് എൻജിനീയേഴ്സും ഉണ്ടായിരുന്നു അല്ലേ, ഓൺട്രപ്രണേഴ്സായിട്ടും ആ ഒരു സംരംഭം തുടങ്ങിയ ആൾക്കാരൊക്കെ ആയിട്ട്. The explanation is more prevalent here because of the following factors. അപ്പോൾ ഇവിടെ എന്ത് പറ്റി, എന്താണ് സംഭവിച്ചതെന്നുള്ളത് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. The development of chips is extremely competitive and on fast track. Profit and loss can be made quicker. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ചിപ്സിൻ്റെയും ICസിൻ്റെയും മൈക്രോ പ്രോസസ്സിൻ്റെയും എന്താണ് ഡീറ്റെയിൽസാണ് ലീക്കായത്. കാരണം ഈ കാര്യങ്ങൾ, ചെറിയൊരു കാര്യം കിട്ടിയ അല്ലെങ്കിൽ ചെറിയൊരു ത്രെഡ് കിട്ടിയാൽ പോലും വി ക്യാൻ ഡെവലപ്പ് ദി ചിപ്സ് ഇൻ എ ഫാസ്റ്റ് മോഡ്. നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്. പ്രോഫിറ്റും ലോസും ഒക്കെ എന്താണ്, ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ ലാഭവും നഷ്ടവും ഉണ്ടാകുന്നത് പെട്ടെന്നാണ്. ഓക്കെ, സോ സെക്കൻഡ് വൺ, മാനുഫാക്ചർ ഓഫ് ചിപ്സ് ഈസ് വെരി കോസ്റ്റ്ലി. Huge saving through reverse engineering could be made only by breaking open the competitors' gadgets or fastest. Some organizations prefer to steal the design details through illegal means rather testing and development. So പ്രശ്നം എന്താണ് നടന്നത്, ആ ഒരു മൈക്രോ പ്രോസസ്സേഴ്സും ചിപ്സും IC പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി അവരിവിടെ ഉപയോഗിച്ച ടെക്നോളജി മീൻസ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മൾ ഡിസൈൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചു. റിവേഴ്സ് എഞ്ചിനീയറിംഗ് മീൻസ് ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ നമ്മളെന്താണ് റീഅസംബിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ആക്കി പാർട്സ് ആക്കിയിട്ട് അതിൽ നിന്നും പഠിക്കുകയാണ് ചെയ്തത്. സോ ഹിയർ ഓൾസോ ദേ കളക്റ്റഡ് ദി കോമ്പറ്റീറ്റേഴ്സ് ഗാഡ്ജറ്റ്സ് ഓർ ഫാസ്റ്റസ്റ്റ് ഗാഡ്ജറ്റ്സ് ഒക്കെ അവർ കളക്ട് ചെയ്തിട്ടാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൂടെ അതിനെ ബ്രേക്ക് ചെയ്തു. അതിൽ നിന്ന് അതിൻ്റെ ചിപ്സിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും ക്വാളിറ്റീസൊക്കെ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. സോ ഇതൊരു തെഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മോഷണം അല്ലെങ്കിൽ ഒരു സ്റ്റീലിംഗ് ആണ് അവിടെ നടന്നത് അല്ലേ. അപ്പോൾ അതൊരു ഒക്കുപേഷണൽ ക്രൈമായിട്ട് മാറി. അതുമല്ല, ഇതിനകത്തുള്ള കമ്പോണൻസ് ഒക്കെ വളരെ വളരെ ചെറുതായത് കാരണം മോഷണം പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും റിമൂവലോ നഷ്ടം സംഭവിച്ചാലും പെട്ടെന്ന് അത് നടക്കും, ആരും അറിയാനൊന്നും പോണില്ല. അത് പെട്ടെന്നൊന്നും പിടിക്കപ്പെടുന്ന കാര്യമല്ല, കാരണം ഇത് കമ്പോണൻസ് എല്ലാം വളരെ ചെറുതായതുകൊണ്ട്. The crime detection and law enforcement are difficult and ineffective. ഓക്കെ, ഇപ്പം നമ്മുടെ നാട്ടിലായാലും നിയമങ്ങളൊക്കെ വളരെ ദുർബലമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയായാലും എന്തൊക്കെയായാലും ഒരാളെ കൊന്നാൽ പോലും രക്ഷപ്പെട്ടു പോകാനുള്ള നിയമങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അധികം ആൾക്കാരും എന്താണ് ഇടപെടാറില്ല. സോ ദ ഡിറ്റക്ഷൻ ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് ആർ ഡിഫിക്കൽട്ട് ആൻഡ് ഇൻഎഫക്റ്റീവ്. Then employees do not carry out the activities directly but through engineers who were employees or through the weakest link in the സപ്ലയർ പ്രൊഡ്യൂസർ ചെയിൻ. അപ്പോൾ ഈ എൻജിനീയേഴ്സ് ഡയറക്റ്റ്ലി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ എംപ്ലോയീസ് ഡയറക്റ്റ്ലി ആയിരിക്കില്ല ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ത്രൂ എനി വീക്ക് സപ്ലൈ ലിങ്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സപ്ലൈ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആ ഒരു ചെയിനിൽ വീക്ക് പോർഷൻ അല്ലെങ്കിൽ ഏത് പോർഷനാണ് വീക്ക് എന്ന് മനസ്സിലാകും. ഓക്കെ, അല്ലെങ്കിൽ ആരിലൂടെ ചോർത്തി കൊടുത്താൽ ഇതങ്ങ് എത്തും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഒന്നും വരുന്നില്ല. സോ ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ എസ്പിയോണേജ് എന്ന് പറയുന്നത്. Next one, bootlegging. Bootlegging means the business of liquor and narcotics. Okay, അതായത് എന്തുവാണ്, മാനുഫാക്ചറിങ്, സെല്ലിംഗ് ഓർ ട്രാൻസ്പോർട്ടിങ് എന്ത് തരത്തിലുള്ള പ്രോഡക്ട്സ് ലിക്കർ ആൻഡ് നാർക്കോട്ടിക്സ് ആർ പ്രൊഹിബിറ്റഡ് ബൈ ലോ ഈസ് കോൾഡ് bootlegging. In engineering context, it refers to working on projects which are prohibited or not properly authorized. ഓക്കെ, സാധാരണ bootlegging എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുക, വാങ്ങുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിനെ നിയമപരമായിട്ട് തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് bootlegging എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കോണ്ടക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ റിഫേഴ്സ് ടു വർക്കിംഗ് ഓൺ പ്രോജക്ട്സ് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ഓർ നോട്ട് പ്രോപ്പർലി ഓതറൈസ്ഡ്. അതായത് ഗവൺമെൻറ് ബാൻ ചെയ്തതോ അല്ലെങ്കിൽ പ്രോപ്പർലി ഓതറൈസേഷൻ കിട്ടാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിയർ we call it as bootlegging. So working for any projects which are prohibited by the government or which are not properly authorized, that is bootlegging. Next one, endangering lives അല്ലെങ്കിൽ occupational hazards. സോ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ 2 മിസ്ഹാപ്പ് പറഞ്ഞായിരുന്നു, ചാലഞ്ചർ മിസ്ഹാപ്പ് ആൻഡ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ബോത്ത് ദോസ് occurred due to the അൺഎത്തിക്കൽ ആക്ഷൻസ് ഓഫ് ദി ഹയർ ഒഫീഷ്യൽസ് അല്ലേ. അവർ നേരാവണ്ണം നോക്കാതെ അൺഎത്തിക്കലി പ്രവർത്തിച്ചത് കൊണ്ടാണ് അത്തരത്തിലൊരു ഹസാർഡ് ഉണ്ടായത്. സോ ബോത്ത് ദീസ് ഡിസാസ്റ്റേഴ്സ് ആർ occupational hazard. Okay, industries who expose their employees to hazards
യൂഷ്വലി എസ്കേപ്പ് പെനാൽറ്റീസ് അല്ലേ. അപ്പോൾ സാധാരണ തങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ മരണമോ ഒക്കെ സംഭവിച്ചാൽ സാധാരണ എന്ത് ചെയ്യും? they will give some penalty അല്ലെങ്കിൽ they will give some compensation to the family. സാധാരണ അങ്ങനെയാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത്. victims have the right to sue but only to claim some monetary compensation. സോ ഇപ്പോൾ മരണമല്ലാതെ മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചവർക്ക് എന്താണ് കൂടുതൽ കാശ് വാങ്ങാം എന്നുള്ളതല്ലാതെ വേറെ തരത്തിലുള്ള റൈറ്റ് ഒന്നുമില്ല. സോ the asbestos industries in USA were responsible for the death of 1 lakh workers and 27 million workers afflicted with ക്യാൻസർ ഇൻ 80s. ഓക്കെ, 80s യു എസ് എയിൽ എന്താണ് ആസ്ബസ്റ്റോസ് ഇൻഡസ്ട്രിയിൽ എന്താണ് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു അല്ലേ. 27 മില്യൺ ആൾക്കാരെന്താണ് ക്യാൻസർ അഡിക്റ്റായി. സോ അത് എന്താണ് ഒരു occupational ക്രൈമാണ്. ഈവൻ ആഫ്റ്റർ 22 years സിൻസ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അപ്രോപ്രിയേറ്റ് കോമ്പൻസേഷൻ ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. 22 വർഷം കഴിഞ്ഞിട്ട് എന്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ അകപ്പെട്ട ആൾക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതുവരെയും കോമ്പൻസേഷനൊന്നും പ്രോപ്പറായിട്ട് പേ ചെയ്തിട്ടില്ല. ഈവൻ ദ ഗവൺമെൻറ് കുഡ് നോട്ട് ബ്രിങ് ടു ബുക്ക് ദി കൾപ്രിറ്റ്സ് ഫോർ ദി ക്രൈം കമ്മിറ്റഡ്. ഇവ എന്ത് പറയുന്നു? അതിന് കാരണക്കാരായ ആൾക്കാരെ ഗവൺമെൻറ് എന്താണ് ഒന്ന് നേരെ വിചാരണ ചെയ്തിട്ട് പോലുമില്ല, നേരെ ശിക്ഷിച്ചിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒക്കുപേഷണൽ ക്രൈമിൽ വരുന്നതാണ്. സോ അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എന്താണ് രക്ഷയ്ക്കും സേഫ്റ്റിക്ക് വേണ്ടിയും ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. occupational health and safety assessment series OHAS 18001 certification has been adopted in many Indian industries. As per the annual report വരെ എന്താണ് പറയുന്നത്? agent for health and safety had been formed to bring out the positive change and continual improvement in the occupational health practices at the workplace besides attitudinal and behavior changes. ഓക്കെ, അപ്പോൾ വർക്ക് പ്ലേസിൽ നമ്മുടെ വർക്കേഴ്സിൻ്റെ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള വർക്കിനും അവരുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അസസ്മെൻറ്റ് സീരീസ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള കമ്പനീസിന് മാത്രമേ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷനുള്ള ഓർഗനൈസേഷന് മാത്രമേ വർക്കേഴ്സിനെ വച്ച് ജോലി ചെയ്യിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ദിസ് ഈസ് ക്ലെയിം ടു ഹാവ് പ്രിവെൻറ്റഡ് വർക്ക് റിലേറ്റഡ് ഡിസീസസ്, ഇഞ്ചുറീസ്, റെഡ്യൂസ്ഡ് ആസ്പെൻറ്റിസം ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ലെവൽ. സോ അപ്പോൾ ഇങ്ങനെ ഒരു റൂൾ അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് ആൾക്കാർക്കും കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ തോന്നും. സോ ദർ വിൽ ബി through these kind of activities we can prevent work related diseases. ഓക്കെ, ജോലി സംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ, മറ്റെന്തെങ്കിലും മുറിവുകൾ, അപകടങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം നിരന്തരം ആബ്സെൻ്റ് ആകുന്ന ആൾക്കാരെ നമുക്ക് എന്താണ് കുറയ്ക്കുക. അപ്പോൾ ഡെയിലി ആൾക്കാരിങ്ങനെ ആബ്സെൻ്റ് ആകുന്ന ആ ഒരു പ്രവണത കുറയ്ക്കാൻ പറ്റും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി ലെവൽ. അപ്പോൾ മാസങ്ങളും ഒക്കെ ആയിട്ട് ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാർ പിന്നെയും ജോലിക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി the productivity level also increases. So these four are the occupational crime happened in the professional field. Okay, occupational crime ആണ്.